സൂപ്പർ വ്യൂ ആണ്. അടിപൊളിയാണ്. കടലൊക്കെ നല്ല തിരയുണ്ട്. മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു മലയ്ക്ക്. ഓക്കെ, നമ്മുടെ എക്സാക്ട് സ്പോട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ജിഗ്ഗിങ് ആണ് ഞാൻ ചെയ്യുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ക്യാമറയിൽ അതിൻ്റെ നോയ്സ് ഉണ്ട്. മാത്രമല്ല നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല പോയി വീഴുന്നത്. അത്രയ്ക്ക് നല്ല കാറ്റാണ്. കാണാനായിട്ട് നല്ല രസമുള്ള സ്പോട്ടാണ് ഇത്. നമുക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഈ സ്പോട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാണാൻ ഭംഗിയുള്ള സ്പോട്ട് മാത്രമല്ല, ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്പോട്ടും കൂടെയാണ്. അപ്പം ഒറ്റയ്ക്കൊന്നും ഈ സ്പോട്ട് അറിയുന്നുള്ളവർ ഇവിടെ മീൻ പിടിക്കാനായിട്ട് വരരുത്. ആരെങ്കിലുമൊക്കെ ആയിട്ട് കൂടെ ചേർന്ന് മാത്രമേ മീൻ പിടിക്കാൻ വരാമെന്ന് പറഞ്ഞാൽ അത്ര ഡേഞ്ചറാണ്. നമ്മളെ കയ്യോ കാലൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നേരെ കടലിനകത്ത് പോകും. അത് കാണുന്ന പോലെയല്ല, നല്ല ആഴമാണ്. എൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല വലിയൊരു കുഴിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് നിന്നൊരു കാസ്റ്റ് ചെയ്യണം. നമുക്കൊരു ചെറിയ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ മീൻ വരുമ്പോൾ കാണാം നമുക്ക്. നമുക്ക് ഈ ക്യാമറയിൽ കാണുന്ന പോലെ മാത്രമല്ല കേട്ടോ, ഈ പാറയുടെ താഴെയായിട്ട് നല്ലൊരു കുഴിയാണ്. നല്ല കുഴിക്ക് അടിയിൽ നിന്നാണ് ഈ മീൻ ഞാനിപ്പോൾ വലിച്ച് മുകളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാര മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിങ്ക് കളർ ജിഗാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലൊരു അസിസ്റ്റ് ഹുക്ക് ഇട്ടിട്ടുണ്ട്. ആ പിങ്ക് ജിഗിലാണ് നമുക്കിപ്പോൾ ഒരു പാര മീൻ കയറിയിട്ടുള്ളത്. കണ്ടോ, ഓവർ സൈസ് ഒന്നുമില്ല. ഒരു 350-400 ഗ്രാമിനകത്തുള്ള ഒരു പാരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാലും ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ തന്നെ ഒരു സന്തോഷം. നല്ല വെയിലൊക്കെ ഉള്ള സമയമാണ്. അപ്പം നിന്ന് മുഷിയാണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഇപ്പം. എന്തായാലും അവനെ നമ്മൾ കവറിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനുശേഷം ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മൾ കുറേ നേരം കാസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. വേറെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നല്ല വെയിലായപ്പോൾ നമ്മൾ സ്പോട്ട് മാറ്റി പിടിക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ സ്പോട്ടിൽ, നമ്മൾ സ്ഥിരം സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് കുട്ടിപ്പാര പിടിക്കാനുള്ള പ്ലാനിലാണ്. മൈക്രോ ഷാഡൊക്കെ യൂസ് ചെയ്തിട്ട്, അൾട്രാ ലൈറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് പാര പിടിക്കാനുള്ള സെറ്റപ്പിലാണ് നമുക്ക്. എനിക്ക് ഇവിടുന്ന് അന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം കുഴപ്പമില്ല, തീരെ ചെറുതല്ല. ഒരു പാരക്കുട്ടി കിട്ടിയിട്ടുണ്ട്. ഒരു 150-200 ഗ്രാം അടുപ്പിച്ച് വരും അത്. അടുത്ത് നമ്മൾ ഷംനാൻ്റെ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ പാരയാണ്. ഇപ്പോൾ പാര സീസണാണ് നമ്മുടെ ഇവിടെ നിന്നല്ല, ഏകദേശമുള്ള എല്ലാ ഹാർബറിലും പാര സീസണാണ് കേട്ടോ. പാരമീൻ കുട്ടി കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഈ കല്ലുകളുള്ള ഭാഗത്താണ്. കല്ലുകളുള്ള ഭാഗത്ത് കൂട്ടമായിട്ടാണ് ഇങ്ങനെ പാരമീൻ നിൽക്കുന്നത്. അടുത്ത് വരുമ്പോഴാണ് നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നത്. അപ്പം എന്തായാലും ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. നമ്മളിന്ന് കാസ്റ്റിംഗ് മതിയാക്കിയിട്ട് ഇരിക്കാൻ പോവാണ്. നമുക്കിന്ന് ആദ്യം അടിച്ച പാരമീൻ എടുത്ത് നമ്മൾ വറുക്കാൻ പോവുകയാണ് കേട്ടോ. ക്ലീൻ ചെയ്ത് നമുക്ക് വറുക്കാം.
നമ്മൾ തന്നെ പിടിച്ച ഫ്രഷ് മീൻ അന്ന് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ മീൻ പിടിച്ച് ഇതുപോലെ പൊരിച്ച് കഴിച്ച് നോക്കണം, അപ്പോഴേ അറിയാം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.